ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ജാവയിൽ എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക ജാവയുടേതായ കുറേ രീതികളുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് എക്സെപ്ഷൻ എന്ന് പറയുന്ന ടൈപ്പിലുള്ള കുറേ ക്ലാസ്സസ് ആണ്. അതുപോലെ 5 കീവേഡ്സ് ഉണ്ട്. ഇപ്പോൾ 5 കീവേഡ്സ് ട്രൈ, ക്യാച്ച്, ത്രോസ്, ഫൈനൽ, ഇങ്ങനെ 5 കീവേഡ്സ് ആണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 5 കീവേഡ്സ് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ മറ്റ് എക്സെപ്ഷൻ ക്ലാസ്സുകളും, അപ്പോൾ ഏറ്റവും ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പാരന്റ് ക്ലാസ് ത്രോബിൾ എന്നുള്ള ക്ലാസ് ആണ്. അപ്പോൾ എല്ലാ എക്സെപ്ഷനും ത്രോബിൾ ആയിരിക്കും, നമുക്ക് ത്രോ ചെയ്യാൻ പറ്റുന്ന, ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആ ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ ആയിരിക്കും. അതിൻ്റെ 2 ചൈൽഡ് ക്ലാസ് ആണ് എററും എക്സെപ്ഷനും. ഈ എക്സെപ്ഷൻ്റെ കീഴിലാണ് എല്ലാ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ക്ലാസ്സും വരുന്നത്. അത് IO എക്സെപ്ഷനും റൺ എക്സെപ്ഷനും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് 2 ടൈപ്പ് പറഞ്ഞു, ചെക്ക്ഡ് എക്സെപ്ഷനും അൺചെക്ക്ഡ് എന്നും പറഞ്ഞു. ഈ ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെക്ക് ചെയ്താൽ മാത്രം നമുക്ക് കമ്പൈൽ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള എക്സെപ്ഷനാണ് ചെക്ക്ഡ് എക്സെപ്ഷൻസ്. അൺചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ സംഭവിക്കും, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അത് നമ്മൾ മസ്റ്റായിട്ടും എഴുതണമെന്നില്ല. പക്ഷേ എക്സെപ്ഷൻ സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പോൾ അതിന് നമ്മൾ മുൻകരുതൽ രീതിയിൽ നമ്മൾ എക്സെപ്ഷൻ എഴുതും. അപ്പോൾ ഈ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന കോഡിനെ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ഒരു സിമ്പിൾ പ്രോഗ്രാമിലൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് നോക്കുക, ക്ലാസ് മൾട്ടിപ്പിൾ എക്സ്പ്രഷൻ എന്നുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനകത്ത് ഒരു മെയിൻ മെത്തേഡ്, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന മെയിൻ മെത്തേഡ് ഡയറക്റ്റ് ആണ് നമ്മളിവിടെ കോഡ് ചെയ്യുന്നത്. അതിൽ 3 വേരിയബിൾസ് ഉണ്ട്, ഇൻറ്റ് ABC. എന്നിട്ട് ഇവിടെ ചെയ്യുന്നത് എയിലേക്ക് ഇൻറ്റീജറോട് പാർസ് ഇൻറ്റ് ആർഗ്സ് ഓഫ് 0. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എയിലേക്ക് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്, അതിനെ ഇൻറ്റീജർ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇൻറ്റീജർ ഡോട്ട് പാർസ്, ഇൻറ്റീജറിൻ്റെ ക്ലാസിൻ്റെ അകത്ത് പാർസിൻ്റെ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് ബൈ ഡിഫോൾട്ട് നമുക്ക് കിട്ടുന്ന ക്ലാസ്സാണ് ഇൻറ്റീജർ. ഇങ്ങനെ ഡബിളിനൊക്കെ ക്ലാസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിവിടെ ആർഗ്സ് ഓഫ് 0 എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, നമ്മുടെ മെയിൻ മെത്തേഡിന് ഒരു ആർഗ്യുമെന്റ്സ് ഉണ്ട്, നമ്മൾ എപ്പോഴും എഴുതുന്നതാണ്, ഇത് മസ്റ്റായിട്ട് എഴുതുന്നതാണ്. ഈ ആർഗ്യുമെന്റ്സിനെ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ റൺ ടൈമിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ജാവ എന്ന് പറഞ്ഞ ക്ലാസിന്റെ പേര് കൊടുത്ത് റൺ ചെയ്യില്ല, ആ സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസ് ആണ് ഈ ആർഗ്യുമെന്റ്സ് വരിക. അപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈ ആർഗ്യുമെന്റ് 0, രണ്ടാമത്തെ ആർഗ്യുമെന്റ് 1 ഉണ്ടാവും, എത്ര വാല്യൂസും കൊടുക്കാം. അപ്പോൾ ആ നമ്മൾ പാസ് ചെയ്യുന്ന 2 വാല്യൂസ് ഇവിടെ എടുത്തു, എയിലും ബിയിലും ഉണ്ട്. ഇനി ചെയ്യുന്നത് C = A/B എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഡിവിഷൻ ചെയ്യുമ്പോൾ ഒരു എക്സെപ്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഡിനോമിനേറ്റർ, അത് ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഹരിക്കുന്നത് ആ സംഖ്യ 0 ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 0 ആയി കഴിഞ്ഞാൽ ഇവിടെ എക്സെപ്ഷൻ സംഭവിക്കും. അപ്പോൾ പിന്നെ അവിടെ പ്രോഗ്രാം സ്റ്റക്ക് ആവും, ഈ ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഔട്ട്പുട്ട് വരില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എക്സെപ്ഷൻ സംഭവിച്ചാൽ ഈ എക്സെപ്ഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം, എന്താണ് നമ്മളൊരു ട്രൈ ബ്ലോക്കിനകത്ത് ആക്കണം. അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം നമ്മൾ ഒരു ട്രൈ ബ്ലോക്കിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സെപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എക്സെപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ക്യാച്ച് ബ്ലോക്ക് എന്ത് ചെയ്യും, ആ എക്സെപ്ഷനെ ത്രോ ചെയ്യും. അപ്പോൾ ത്രോ ചെയ്യുമ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ ഇവിടെ 3 ക്യാച്ച് ബ്ലോക്കുകൾ ഉണ്ട്, ഇതിൽ ഏതിനും ക്യാച്ച് ചെയ്യാം. അപ്പോൾ അത് ഏത് ടൈപ്പാണ് ത്രോ ചെയ്തതനുസരിച്ചാണ് ക്യാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ A/B എന്ന് പറയുന്നതിൽ ഇവിടെ എക്സെപ്ഷൻ സംഭവിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് C = A/B 0 ആയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒരു അരിത്തമാറ്റിക് എക്സെപ്ഷൻ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ആ എക്സെപ്ഷൻ ത്രോ ചെയ്യുമ്പോൾ ഈ ഒരു ക്യാച്ച് ബ്ലോക്കാണ് അതിനെ ക്യാച്ച് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നു, ഡിവിഷൻ ബൈ 0 എറർ ഒക്കെ. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെ എന്ത് മെസ്സേജാണ് കാണിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമ്മളവിടെ ഇങ്ങനെ മെസ്സേജ് കാണിക്കുന്നു, ആ എക്സെപ്ഷൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഈ എന്ന് പറയുന്നത് എക്സെപ്ഷൻ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ ക്യാച്ച് ബ്ലോക്കിന്റെ ബ്രാക്കറ്റിനകത്ത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്നുള്ള ക്ലാസ്സും അതിന്റെ ഓബ്ജക്റ്റും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്കായിരിക്കും ഇവിടുന്ന് ത്രോ ചെയ്യുന്ന എക്സെപ്ഷനെ റിസീവ് ചെയ്യുക. അതിനകത്ത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ ടൈപ്പ് ആണെങ്കിൽ ഈ ഒരു ക്യാച്ച് ബ്ലോക്ക് ക്യാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഈ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആയിരിക്കും. അതിനിവിടെ ജസ്റ്റ് നമുക്ക് പ്രിന്റ് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് വർക്ക് ചെയ്യുക, ഈ ഒരു എക്സെപ്ഷനാണ് വർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റിൽ നമ്മൾ 2 നമ്പറാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ എയും ബിയും നമ്മളിവിടെ റീഡ് ചെയ്യുന്നത്, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് റീഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഒരു നമ്പർ മാത്രമേ കൊടുത്തുള്ളൂ വിചാരിക്കും. അപ്പോൾ രണ്ടാമത്തെ നമ്പർ ഇല്ല. അപ്പോൾ ഇല്ലാത്ത നമ്പർ ആർഗ്സ് ഓഫ് 0ന്റെ അകത്ത്, ആർഗ്സ് ഓഫ് 1-നകത്ത് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ആർഗ്സ് ഓഫ് 0ന്റെ അകത്ത് മാത്രമേ ഒരു നമ്പർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇല്ലാത്ത നമ്മൾ പാർസ് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ സംഭവിക്കും. അതായത് അറേയിൽ ഇല്ലാത്ത ബൗണ്ടറിന്റെ അപ്പുറത്തുള്ള ഒരു വാല്യൂ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു എക്സെപ്ഷൻ സംഭവിക്കും. അപ്പോൾ അത് രണ്ടാമത്തെ ക്യാച്ച് ബ്ലോക്ക് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു എക്സെപ്ഷൻ ആണ്.
ഇവിടെ ഈ ക്യാച്ച് ബ്ലോക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. ഇതൊരു ക്ലാസ് ആണ്, ഇത് എക്സെപ്ഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് എക്സെപ്ഷൻ ത്രോ ചെയ്യുമ്പോൾ ഇത് ക്യാച്ച് ചെയ്യും, ഇത് അവിടെ പ്രിന്റ് ചെയ്യും. 2 ആർഗ്യുമെന്റ്സ് വേണം എന്ന് കമാൻഡ് ലൈൻ വേണമെന്ന് മെസ്സേജ് ചെയ്യും, എന്നിട്ട് നമ്മൾ എക്സെപ്ഷൻ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്, നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടത് നമുക്ക് 2 നമ്പേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 5 2 എന്നൊക്കെ കൊടുത്താൽ അതിനെ പാർസ് ചെയ്തിട്ട് ഇൻറ്റിജർ ആക്കാൻ പറ്റും. നമ്മൾ എ ബി സി അങ്ങനെ എന്തെങ്കിലും ലെറ്റേഴ്സ് കൊടുത്താൽ ലെറ്റേഴ്സിനെ ഒരിക്കലും പാർസ് ചെയ്തിട്ട് ഇൻറ്റിജർ ആക്കാൻ കഴിയില്ല, ജാവയിൽ പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ സംഭവിക്കും. അപ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്യാൻ ഇവിടെ ഈ ക്യാച്ച് ബ്ലോക്കിൽ ചെയ്യും. ഇനി ഏത് എക്സെപ്ഷൻ സംഭവിച്ചാലും ഇല്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈനലി ബ്ലോക്ക് വർക്ക് ചെയ്യും, കാരണം ഫൈനൽ ബ്ലോക്കിന്റെ സ്പെഷ്യാലിറ്റി അതാണ്. ഏത് എക്സെപ്ഷൻ സംഭവിച്ചാൽ ഇല്ലെങ്കിലൊക്കെ അത് വർക്ക് ചെയ്യും. ഇനി നമുക്കൊന്ന് ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ വർക്കിംഗ് ഡയറക്ടറിനകത്ത് ഞാൻ ചെന്നിട്ടുണ്ട്, ജസ്റ്റ് കമ്പൈൽ ചെയ്തു, ജാവാസി കമ്പൈൽ ചെയ്ത് ഇനി റൺ ചെയ്യാണ്. ഇപ്പോൾ ജാവ മൾട്ടി ടാസ്ക് ഞാനിപ്പോൾ 25 ഡിവൈഡഡ് ബൈ 5 എന്ന് കൊടുത്തു. അപ്പോൾ 25 ഡിവൈഡ് 5 എന്ന് പ്രിന്റ് ചെയ്യുന്ന ഇൻസൈഡ് ഫൈനൽ ബ്ലോക്ക്, നേരെ ഫൈനൽ ബ്ലോക്കിനകത്ത് വന്നു. അപ്പോൾ ഇവിടെയാണത് എൻ്റെ 25 ഡിവൈഡ് ബൈ 5 ഈക്വൽ സി എന്ന് പ്രിന്റ് ചെയ്ത് ഈ ഒരു സിസ്റ്റം. അപ്പോൾ എക്സെപ്ഷൻ ഒന്നും ഇല്ല, കറക്റ്റ് കൊടുത്തോണ്ട് 2 ഇൻറ്റേഴ്സ് കൊടുത്തു, അത് രണ്ടും ഡിവിസിബിൾ 0 ഒന്നുമില്ല. അതുകൊണ്ട് ഈ സിസ്റ്റം പ്രിന്റ് ചെയ്തു. എക്സെപ്ഷൻ ഒന്നുമില്ല, ഈ ക്യാച്ച് ബ്ലോക്ക് ഒന്നും വർക്ക് ചെയ്യാൻ നേരെ ഫൈനലി വന്നിട്ട് ഇൻസൈഡ് ഫൈനലി ബ്ലോക്ക് എന്ന് പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റിൽ 25/0 പ്രിന്റ് കൊടുക്കാം. അപ്പോൾ ഇതാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്, ജാവ ദെൻ ക്ലാസ് നെയിം, പിന്നെ ഇവിടെ നമ്മൾ 2 വാല്യൂസ് ഇവിടെ തന്നെ കൊടുക്കുകയാണ്. ഈ വാല്യൂസ് ആണ് ഇവിടെ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് ഈ സ്ട്രിംഗ് അറയിൽ വരുന്നത്. ഈ സ്ട്രിംഗ് അറയിൽ ഈ ആർഗ്സ് എന്ന് പറയുന്ന സ്ട്രിംഗ് അറയിൽ അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളിവിടെ പാർസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 25/5 25/0 എന്ന് കൊടുത്താൽ ഈ ആർഗ്സ് ഓഫ് 0 25 ആയിരിക്കും, അത് പാർസ് ചെയ്തിട്ട് എയിലേക്ക് അസൈൻ ചെയ്യും. ഇതിനകത്ത് 0 ആയിരിക്കും, അത് ബിയിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ 25/0 എന്നാണ് വരിക. അപ്പോൾ എന്ത് ചെയ്യും, അരിത്തമെറ്റിക് എക്സെപ്ഷൻ സംഭവിക്കും. നോക്കാം. ഇപ്പോൾ അങ്ങനെ കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ 0 എറർ ഒക്കേർഡ്, java.lang അരിത്തമെറ്റിക് എക്സെപ്ഷൻ, അത് ഈ അപ്പോൾ പ്രിന്റ് ചെയ്ത് ഇതാണ് ഈ സിസ്റ്റം ഡോട്ട് ഔട്ട്ലൈൻ പ്രിന്റ് ചെയ്തു, ഡിവിഷൻ ബൈ 0 ഒക്കേർഡ് പ്രിന്റ് ചെയ്തു. പിന്നെ java.lang അരിത്തമെറ്റിക് എക്സെപ്ഷൻ പ്രിന്റ് ചെയ്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അപ്പോൾ ഈ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യും, അതിന്റെ പേര് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യും. അതാണ് ഇപ്പോൾ ഔട്ട്പുട്ടിൽ കണ്ടത്. നമ്മൾ അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഒരു നമ്പർ മാത്രം കൊടുക്കുന്നു. ഒരു നമ്പർ മാത്രം കൊടുക്കുമ്പോൾ സംഭവിക്കുക കണ്ടോ, സപ്ലൈ 2 ആർഗ്യുമെന്റ്സ് ഫ്രം കമാൻഡ് ലൈൻ. അപ്പോൾ ഇവിടെ സംഭവിച്ച ആർഗ്യുമെന്റ് പറഞ്ഞാൽ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ, അത് അവിടെ കാണിക്കുന്നുണ്ട്. അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ആണ്. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്ത് ഈ ഒരു ക്യാച്ച് ബ്ലോക്കാണ് ഹാൻഡിൽ ചെയ്ത്. നേരത്തെ ഈ ക്യാച്ച് ബ്ലോക്കാണ് ക്യാച്ച് ചെയ്തത്, ഇപ്രാവശ്യം ഈ ക്യാച്ച് ബ്ലോക്ക്. അപ്പോൾ നമ്മുടെ എക്സെപ്ഷൻ്റെ ടൈപ്പിനനുസരിച്ച് ക്യാപ്ചർ ചെയ്യുന്ന ക്യാച്ച് ബ്ലോക്ക് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് 2 ആർഗ്യുമെന്റ്സ് സപ്ലൈ ചെയ്യുന്ന നമ്മൾ കൊടുത്ത കമാൻഡാണ്, നമ്മൾ കൊടുത്ത ഒരു മെസ്സേജ് ആണ്, അതവിടെ പ്രിന്റ് ചെയ്തു. പിന്നെ എക്സെപ്ഷൻ്റെ പേര് പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് നമ്പേഴ്സ് ആണ് കൊടുക്കേണ്ടത്. അതിന് പകരം നമ്മൾ 2 ലെറ്റേഴ്സ് കൊടുക്കുന്നു, എ ബി എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ലെറ്റേഴ്സ് എയും ബിയെയും ഡയറക്റ്റ് ഇൻറ്റിജർ ആക്കാൻ കഴിയില്ല ജാവയിൽ. ഇപ്പോൾ സിയിലും CPP-ലൊക്കെയാണ് അവിടെ യൂണിക്കോഡ് അല്ല, മറ്റേ ആസ്കി കോഡാണ്. അപ്പോൾ ലെറ്റേഴ്സ് കറസ്പോണ്ടിങ് ആസ്കി കോഡ് അതിൻ്റെ ഇൻറ്റിജർ എടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് യൂണിക്കോഡ് ഉണ്ടെങ്കിൽ അതിന് ഇൻറ്റിജർ ആക്കാൻ പറ്റില്ല. ഇൻറ്റിജർ ഡോട്ട് പാർസ് ആകുമ്പോൾ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, യൂണിക്കോഡിലേക്കല്ല. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ നോ വാലിഡ് ഇൻറ്റിജർ, ആ നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ ഒക്കെ പ്രിന്റ് ചെയ്ത് അതിൻ്റെ എക്സെപ്ഷൻ മൊത്തം അവിടെ കാണിച്ചു. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലാ ഔട്ട്പുട്ടും അവസാനം ഫൈനലി ബ്ലോക്കിൽ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ എക്സെപ്ഷൻ സംഭവിച്ചാലും ഇല്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോഗ്രാം എക്സെപ്ഷൻ സംഭവിച്ച് ക്വിറ്റ് ആയാലും എന്ത് ചെയ്താലും 2 ഓപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ സംഭവിച്ചാൽ നമുക്ക് ഈ ക്യാച്ച് ബ്ലോക്കിൻ്റെ അകത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ എന്ത് ജാവ കോഡ് എഴുതാം. അപ്പോൾ പ്രോഗ്രാം എക്സിറ്റ് ആയി പോകുന്നില്ല, അവിടെ നമുക്ക് എഴുതാം. കണ്ടോ, എക്സെപ്ഷൻ സംഭവിച്ചിട്ടും നമ്മൾ കൊടുത്ത മെസ്സേജ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. പ്രിന്റ് ചെയ്തിട്ട് പിന്നെ ഫൈനലി ബ്ലോക്കിലും വരും, അവിടെയും നമുക്ക് ആവശ്യമായ കോഡൊക്കെ എഴുതാം, എന്നിട്ട് എക്സിറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അഡ്വാൻസ് പറഞ്ഞാൽ സിയിലും CPP-യിലും പ്രോഗ്രാം എക്സെപ്ഷൻ സംഭവിച്ച് റൺ ടൈം എക്സെപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സ്റ്റക്ക് ആയി പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ എറർ ഹാൻഡിൽ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ജാവയിൽ അങ്ങനെയല്ല, എക്സെപ്ഷൻ സംഭവിച്ചാൽ നമുക്ക് ക്യാച്ച് ബ്ലോക്കിനകത്ത് നമുക്ക് ആവശ്യമായ എല്ലാ കോഡും എഴുതാം, ഫൈനലി ബ്ലോക്കിൻ്റെ അകത്തും എല്ലാം എഴുതാം. അങ്ങനെ ഇതുകൊണ്ടൊക്കെയാണ് ജാവ ഭയങ്കര റോബസ്റ്റ് ആണ്, പവർഫുൾ ആണെന്നൊക്കെ പറയാനുള്ള കാരണം. ഇത്രയും വളരെ റോബസ്റ്റ് ആയിട്ടുള്ള എറർ ഹാൻഡിൽ മെക്കാനിസമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാം കൂടെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ട് തരാം. താങ്ക് യു.